തിരങ്ക യാത്ര കശ്മീരിൽ. അതാണ് വാർത്ത. കശ്മീരിൽ നിന്നും ഒരിക്കലും കേൾക്കില്ല എന്ന് നമ്മൾ വിചാരിച്ച ഒരു വാർത്തയാണ്. മാറുന്ന ജമ്മു കശ്മീരിൽ ആവേശമായി തിരങ്ക യാത്ര എന്നതാണ് പുറത്തുവരുന്ന വാർത്ത. ഭാരതത്തിന്റെ ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും പ്രതിഫലനമായി മാറിയ കശ്മീർ താഴ്വരയിലെ തിരങ്ക യാത്രകൾ ജിഹാദി ഭീകരവാദികൾക്ക് താക്കീതായി മാറുകയാണ്. നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് ഭാരതത്തിന്റെ പതാക ഉയർത്താൻ പോലും അവിടെ മടിച്ചിരുന്നു. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഭീകരവാദികൾ അവരെ കൊലപ്പെടുത്തും എന്നതായിരുന്നു അവസ്ഥ. എന്നാൽ ഇന്ന് മാറ്റത്തിന്റെ കാറ്റ് കശ്മീരിൽ വീശിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതോടെ അവിടെ തിരങ്ക യാത്രകൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. നിങ്ങൾ ആ കാഴ്ചയൊന്ന് കണ്ടു നോക്കൂ. നിങ്ങളുടെ ഒരു വോട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അമിത്ഷായോടുമൊക്കെ രാഷ്ട്രീയമായ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകാം. അവർ പലതരത്തിലുള്ള അവരുടെ നടപടികളും നമ്മളെ അലോസരപ്പെടുത്തി എന്നും വരാം. ഈ പാറ്റാക്കൂട്ടത്തെ അടിച്ചൊതുക്കാഞ്ഞതിൽ നേരിയൊരു നീരസം എനിക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിങ്ങളുടെ ഒരു വോട്ട് കൊണ്ട് ഈ രാജ്യത്ത് വന്ന മാറ്റം എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ പ്രിയ പ്രേക്ഷകരെ? ഇതാ കണ്ടു നോക്കൂ. ജമ്മു കാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമെന്ന് തിരങ്ക യാത്രകളിലൂടെ ജനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. നൂറുകണക്കിന് പേരാണ് തിരങ്ക യാത്രകളിൽ പങ്കെടുത്തത്. ജമ്മുവിലും കാശ്മീർ താഴ്വരയിലും ഡാൽ തടാകത്തിലും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചത്. സർക്കാർ തലത്തിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും നിരവധി പരിപാടികളാണ് ജമ്മു കാശ്മീരിൽ അങ്ങോളം ഇങ്ങോളം നടന്നത്. ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടാണ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ശ്രദ്ധേയമായത്. തിരങ്ക യാത്രയിലെ സ്ത്രീകളുടെയും യുവാക്കളുടെയും പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ അനുസ്മരിക്കുന്ന നിരവധി പരിപാടികളാണ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടത്തരുതെന്ന ജിഹാദി ഭീഷണിക്ക് പുല്ലുവിലയാണ് കാശ്മീർ താഴ്വരയിലെ ജനങ്ങൾ നൽകുന്നതെന്ന് ഈ ആഘോഷ പരിപാടികൾ തെളിയിക്കുന്നു. ജമ്മു കാശ്മീരിലെ ജനങ്ങളെ കബളിപ്പിച്ച രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള മറുപടിയാണ് അവർ നൽകുന്നത്. ജനം, ഡൽഹി.